ലക്ഷ്യ ലൈക്ക് എ സെക്കൻഡ് ഹോം എന്നേ പറയാൻ പറ്റും. +2 ഞാൻ സയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ കൊമേഴ്സ് ഫീൽഡിലേക്ക് മാറി വന്നതാണ് IIC എടുക്കാനായിട്ട്. ഓൾറെഡി വീട്ടിലിങ്ങനെ ഡിഗ്രി ആ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫിസിക്സ് കെമിസ്ട്രി ഡിഗ്രി അങ്ങനെ എടുക്കാം. ഞാനും അങ്ങനെ തന്നെയായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഫിസിക്സ് ഒക്കെ ഇഷ്ടമായിരുന്നു. പക്ഷെ പിന്നെ ഞാൻ തന്നെ എടുത്ത തീരുമാനമാണ് പ്രൊഫഷണലായിട്ട് കോഴ്സ് എന്തെങ്കിലും എടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ പിന്നെ നോക്കി ഇങ്ങനെ വന്നപ്പോൾ എൻ്റെ കസിൻ ഓൾറെഡി IIC കംപ്ലീറ്റഡ് ആണ്, ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഗൂഗിളിൽ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ ലക്ഷ്യനെ പറ്റി പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു പ്രാവശ്യം വന്നു, അന്വേഷിച്ചു, തൃശ്ശൂർ വന്ന് ലക്ഷ്യനെ പറ്റി അന്വേഷിച്ചു. അപ്പോൾ അവർ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നോക്കിയപ്പോൾ കൊച്ചിയിൽ ഒന്നും കൂടി റേറ്റിംഗ് കൂടുതൽ തോന്നിയതുകൊണ്ട് കൊച്ചിയിലും പോയി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെ മനസ്സിലായി ഫാക്കൽറ്റീസ് എല്ലാവരും എല്ലാ ബ്രാഞ്ചസിലും വരുന്നുണ്ട് എന്ന് മനസ്സിലായപ്പോൾ തൃശ്ശൂർ തന്നെ ജോയിൻ ചെയ്യായിരുന്നു. അവരാദ്യമേ ഓൾറെഡി ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ സയൻസ് ആയിരുന്നു കൊമേഴ്സ് ആയിരുന്നു അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സയൻസുകാരാണെങ്കിൽ ഞങ്ങൾക്കിപ്പോൾ ചില ടേംസ് ഒന്നും നമുക്ക് കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ +2 കൊമേഴ്സ് പഠിച്ചവർ അവർ അതിനെ റെസ്പോണ്ട് ചെയ്യുമ്പോൾ നമുക്കപ്പോൾ എന്താ പറയേണ്ടതെന്ന് അറിയാണ്ടിരിക്കും. അപ്പോൾ ആ ടേം കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്തു. ശരിക്കും പറഞ്ഞാൽ +2 കൊമേഴ്സിൽ പഠിക്കുന്ന ഒരു ടേമായിട്ട് കൂടി IICയിൽ വന്നിട്ട് അത് ഡിഫൈൻ ചെയ്തു. അത് ശരിക്കും ഫാക്കൽറ്റീസ് അങ്ങനെ ചെയ്യേണ്ട കാര്യമല്ല, പക്ഷേ ബേസിക്സ് അവർ നല്ലപോലെ എടുത്തുന്നുണ്ട്. ലക്ഷ്യന് ശരിക്കും ബേസിക് എടുക്കണോണ്ട് മാത്രം ഇവിടെ വരെ 3 പേപ്പേഴ്സ് സുഖമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു. നമുക്ക് നല്ല ഹെൽപ്പിംഗ് ആയിരുന്നു. ലക്ഷ്യയിലത്തെ ഫാക്കൽറ്റീസ് ഗൂഗിളിലൊക്കെ കണ്ടിട്ടുണ്ട്, നമ്പർ 1 ഫാക്കൽറ്റീസ് എന്നാണ്. അപ്പോൾ നമ്മൾ ഇതൊരിക്കലും അങ്ങനെ ഇപ്പോൾ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും കൊടുക്കുന്ന പ്രൊമോഷൻ പോലെ അങ്ങനെ ഒരു ഇതന്നെ. പക്ഷേ ഇവിടെ വന്നപ്പോൾ ശരിക്കും നമ്പർ 1 തന്നെയാണ്. അല്ലാണ്ട് സയൻസിൽ നിന്ന് വന്നൊരു കുട്ടിക്ക് എൻ്റെയോടെ ഡിഫറെൻ്റ് ആയിട്ട് ഒരു സ്ട്രീമിലേക്ക് മാറുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഡിഫിക്കൽട്ടീസ് നല്ലപോലെ ഫേസ് ചെയ്യേണ്ടി വരും. അത് ലക്ഷ്യയിൽ വന്നപ്പോൾ ഫാക്കൽറ്റീസ് കാരണം നല്ലപോലെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. ആൻഡ് ഞങ്ങൾക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആയിരുന്നു അതൊക്കെ സാറുമാർ തന്നെ പ്രിപ്പയർ ചെയ്ത് തരുന്ന നോട്ട്സാണ്. അതൊക്കെ ഞങ്ങൾക്ക് നല്ല യൂസ്ഫുള്ളാണ്. ഞങ്ങൾക്ക് വേറെ ഒന്നും റെഫർ ചെയ്യേണ്ട, പുറത്തേക്കൊന്നും റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല. കംപ്ലീറ്റ് ഇവിടെ നിന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യും.